സ്റ്റോറി ഓഫ് ടു സിസ്റ്റേഴ്സ്. രണ്ട് സിസ്റ്റേഴ്സിൻ്റെ കഥയല്ല, ഇത് നടന്നതാണ്. അഥവാ എൻ്റെ ജീവിതത്തിൽ പല സമയങ്ങളിലായിട്ട് പല വീടുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഒരു വീട്ടിൽ അച്ഛൻ, അമ്മ, വലിയമ്മ, മീരയും അനിയത്തിയും, ആകെ 5 പേർ. ഇഷ്ടംപോലെ സ്വത്തുണ്ട്, വലിയ വീടാണ്. അച്ഛനും അമ്മയും ടീച്ചർമാരാണ്. വലിയമ്മയ്ക്കോ ഭർത്താവില്ല, കുട്ടികളില്ല, വേറെ ആരുമില്ല. ഇവരാണ് എല്ലാ വീട്ടു ജോലികളും ചെയ്യുന്നത്. വലിയമ്മയാണ്. അതായത് വീട്ടിൽ എന്ത് സംഭവിച്ചാലും ഉത്തരവാദി വലിയമ്മ ആയിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ശമ്പളമില്ലാത്ത ഒരു പണിക്കാരി എന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നാം. ഈ വലിയമ്മയെ നോക്കുന്നത് അഥവാ കെയർ ടേക്കർ മീരയുടെ അമ്മയാണ്. പറയുമ്പോൾ കെയർ ടേക്കറാണ്, പക്ഷേ യഥാർത്ഥത്തിൽ വലിയമ്മയുടെ സ്വത്തും പണവും ജീവിതവും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് മീരയുടെ അമ്മ. ഇവരെല്ലാം കുറച്ച് ക്രൂരതയോടുകൂടിയാണ് ഈ വലിയമ്മയോട് പെരുമാറുന്നത്. കുട്ടികളുടെ യൂണിഫോം ആയാലും, അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് ആയാലും, കുട കിട്ടിയിട്ടില്ലെങ്കിലും, ചെരുപ്പ് കണ്ടില്ലെങ്കിലും ഒക്കെ വലിയമ്മയെയാണ് വിളിക്കുക. അതും സ്നേഹത്തോടെയല്ല, ഒരു അടിമയെ പോലെ. സങ്കടം തോന്നാറുണ്ട്. ഇത് ഒരുതരം കെയറിങ് ആയാണ് ചിലരൊക്കെ വിലയിരുത്താറ്. നമ്മളൊരു സിനിമയിൽ അമ്മാവാ എന്ന് പറഞ്ഞ മാതിരി ഉണ്ട്. അതായത് ചില വീടുകളിൽ ഇപ്പോൾ പുതിയതായി വന്ന് മാരേജ് കഴിഞ്ഞ് വന്ന കുട്ടികളെ, അല്ലെങ്കിൽ പെട്ടെന്ന് ചിലരെ ഏത് സമയത്തും എന്തിനും വിളിക്കുന്ന ഒരു ഇതുണ്ട്. അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കാം, അല്ലെങ്കിൽ ഒരു പിന്നെ അനിയത്തിയോ അല്ലെ ചേച്ചിയാണ്. ഇവിടെ ഈ വീട്ടിൽ വല്യമ്മയെന്നാണ് എപ്പോഴും കേൾക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും ഷീ ഡസൻ ഗെറ്റ് ലവ്, അല്ലെങ്കിൽ നോ കൺസിഡറേഷൻ, നോ റെസ്പെക്ട്. വളരെ പാത്തറ്റിക് ആണ്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു വീട്ടിൽ സിബ്ലിങ്സിന്റെ സ്റ്റോറി ഓഫ് സിബ്ലിങ്സ്. രാജുവിന് 4 സഹോദരികളാണ്. അവരിൽ 2 പേരുടെ, കുറച്ച് പ്രായമൊക്കെ ആയതാണ്, 2 പേരുടെ ഹസ്ബൻഡ്സ് മരിച്ചിട്ടുണ്ട്. ഒരു സിസ്റ്റർക്ക് കുട്ടിയില്ലാത്തതിനാൽ ഭർത്താവിൻ്റെ ബന്ധുക്കൾ ഭർത്താവിൻ്റെ മരണശേഷം സ്വത്ത് തട്ടാനായി വന്നപ്പോൾ ഈ രാജുവാണ് രക്ഷകനായിട്ട് അവിടെ എത്തിയത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇയാൾ രക്ഷകനാണല്ലോ. ഭർത്താവിൻ്റെ പ്രോപ്പർട്ടി വിറ്റ് പണം മുഴുവൻ, ലക്ഷങ്ങളുണ്ട്, കോടികൾ എന്ന് പറയാം, ബാങ്കിലാണ്. പെൻഷൻ മന്ത്ലി ക്രെഡിറ്റ് ആവുകയും ചെയ്യും. രാജുവിൻ്റെ ഒപ്പില്ലാതെ 1 രൂപ ബാങ്കിൽ നിന്ന് കിട്ടില്ല. വീട്ടുചെലവിനായി കുറച്ച് പണം കൊടുക്കും, അത്രമാത്രം. അതായത് ഈ അജിതയ്ക്ക് സ്വന്തം പണം ഉപയോഗിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. ഒരു ഓട്ടോ പിടിച്ചൊന്ന് എവിടെയെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് പോകാമെന്ന് വെച്ചാലോ പണം കയ്യിലില്ല. ബാങ്കിലോ ഇഷ്ടംപോലെ പണമുണ്ട്. അടുത്ത് മറ്റൊരു പഴയ വീട്ടിലാണ് ഈ അജിത താമസിക്കുന്നത്. അടുത്ത് തന്നെ അനുജനായ രാജുവും കുടുംബവും ഒക്കെ ഉണ്ട്. പക്ഷേ അജിതയ്ക്ക് ഒരു രോഗം വന്നാൽ പോലും ഈ രാജു, ഭാര്യ, കുട്ടികൾ തിരിഞ്ഞു നോക്കില്ല. പക്ഷെ പുറത്തെന്താ പറയുന്നത്? രാജുവാണ് അജിതയെ നോക്കുന്നത് എന്നാണ്. എന്നാൽ അജിതയുടെ പണം മാത്രമാണ് രാജു നോക്കുന്നത്. ഇത് മറ്റൊരു തരം കെയർ ടേക്കർ. പിന്നെ ചില പാരൻസിൻ്റെ സ്റ്റോറി ഓഫ് സം പാരൻസ്. ചില മക്കള് മാതാപിതാക്കളെ കെയർ ചെയ്യുന്നത് കാണേണ്ടത് തന്നെയാണ്, നല്ല രീതിയിലും മോശമായ രീതിയിലും. അവരുടെ ATM കാർഡ് മകൻ്റെ കയ്യിലാവും. പ്രോപ്പർട്ടി മക്കളുടെ പേരിലാണ്. മക്കളുടെ ഔദാര്യത്തിൽ അവരുടെ വീട്ടിൽ ആണ് താമസം. നോ ഫ്രീഡം. അധ്വാനിക്കാൻ, വീട്ടുജോലി ചെയ്യാൻ പറ്റുന്നത് വരെ സ്നേഹം നടിക്കും. ഇപ്പോഴത്തെ ന്യൂജൻ ഗ്രാൻഡ് പാരൻസ് ആണ് ഈ ഇതിൽ ഉള്ളത്, സ്ലൈഡിൽ. ഇപ്പോൾ ബർമുടയൊക്കെ ഇട്ടിട്ടാണ്. പേരക്കുട്ടികളുടെ നോക്കാൻ സാധിക്കുന്ന പ്രായം വരെ ഇവരെ ശിശുപാലന്മാരായിട്ട് പരിഗണിക്കും. അത് കഴിഞ്ഞാലോ വളരെ കഷ്ടമാണ് സ്ഥിതി. എന്നാൽ പുറത്തെന്താ പറയുക? ഓ, ഞാനാണ് അച്ഛനെയും അമ്മയെയും ഒക്കെ നോക്കുന്നത്, മകനാണ് കെയർ ടേക്കർ എന്ന്. ഇതാണോ ഒരു കെയർ ടേക്കർ? ഉറക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മൈൻഡ് പ്ലസിൽ ഇത്തരം മക്കളൊന്നും ഇല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. എങ്കിലും
അങ്ങനെ അത്തരം വല്ല മക്കളെയും നമ്മൾ പുറത്തെവിടെയും കാണുകയാണെങ്കിൽ അവരെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആ മക്കളുമായുള്ള നമ്മുടെ ബന്ധം വഷളായാലും തിരക്കുള്ള ഇത് കൃത്യമായിട്ടൊന്ന് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആർ യു എ കെയർ ടേക്കർ? ആർക്കും എപ്പോഴും കെയർ ടേക്കർ ആവാം, വലിയ സംഭവമൊന്നുമല്ല. വോട്ട് യു തിങ്ക്? ഇതാണോ ശരിയായ, ഈ പറഞ്ഞ കഥയിലുള്ള ശരിയായ കെയർ ടേക്കർ? സമൂഹത്തിൽ ഞെളിഞ്ഞു നടക്കുന്ന ഇത്തരത്തിലുള്ള ചില കെയർ ടേക്കേഴ്സിനെ നമ്മൾ കാണാറില്ലേ? അവരെ പറ്റിയാണ്, അത്തരം മഹാനുഭാവന്മാരെ പറ്റിയാണ് ഇന്നത്തെ ചർച്ച. ഇത് ഒറ്റപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് സഹായിക്കുന്നവരെ പറ്റിയല്ല, നമ്മളെ മൈൻഡ് പ്ലസിൽ സാധാരണ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയല്ല. അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രക്ഷകരായി നടിച്ച് ചൂഷണം ചെയ്ത് പണം തട്ടിയെടുത്ത് സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരെ പറ്റിയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ട അനുഭവങ്ങളാണ് ഈ നേരത്തെ പറഞ്ഞ ഈ കപട സ്നേഹക്കാരെ കുറിച്ച് ഒന്ന് പറയാമെന്ന് കരുതി. ഇന്നത്തെ തീം, ആർ യു എ കെയർ ടേക്കർ? കെയർ ഗിവേഴ്സ് play a vital role in the lives of those they care for, helping them to maintain their dignity and independence. അന്തസ്സും സ്വാതന്ത്ര്യവും പരിപാലിക്കാൻ സഹായിക്കുന്നതിലൂടെ സംരക്ഷണം വേണ്ടവരുടെ ജീവിതത്തിൽ കെയർ ടേക്കേഴ്സിന് വളരെ വലിയൊരു റോളാണ് ഉള്ളത്. They provide comfort, reassurance, and a sense of security to individuals who may be experience physical or cognitive challenges. പലരെയും കാണാൻ നമുക്ക് ശാരീരികമായും മാനസികമായും വൈജ്ഞാനികവുമായ അസ്വസ്ഥതകളുള്ള വ്യക്തികൾക്ക് കെയർ ടേക്കേഴ്സ് എന്താ ചെയ്യുന്നത്? ഉറപ്പ്, ആശ്വാസം കൊടുക്കുന്നു, സുരക്ഷ എന്നിവ നൽകുന്നു. പല കേസുകളിലും നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അഥവാ അകത്തേക്കൊന്ന് ശരിക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇതൊക്കെ അവർക്ക് ഈ കെയർ ടേക്കേഴ്സിന് ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ഈ തീം ഉണ്ടായത്. ഇതിൻ്റെ ഡെഫിനിഷൻ: കെയർ ടേക്കർ മീൻസ് taking on the responsibility of caring for another person's physical, emotional, and sometimes even their financial matters. മറ്റൊരാളെ ശാരീരികമായും മാനസികമായും വൈകാരികമായും ചിലപ്പോൾ അവരുടെ സാമ്പത്തിക ക്ഷേമം വരെ നോക്കി സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ കെയർ ടേക്കർ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. പ്രൊഫഷണൽ കെയർ ടേക്കേഴ്സ് ഒക്കെ ഉണ്ട്, പൈസ വാങ്ങിയിട്ടുള്ളതും അത് വേറെ. അതിൽ പലർക്കും അതിൻ്റെ ഡിപ്പെൻസ്, സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളും ഒക്കെ. അതായത് ആരോരുമില്ലാത്തവർക്ക് തുണയായി പ്രവർത്തിക്കുന്നവർ എന്നൊക്കെ പറയാം. ശാരീരികമായോ മാനസികമായോ ഉള്ള അസ്വാസ്ഥ്യങ്ങളോ വിഷമങ്ങളോ ഉള്ള കഷ്ടതകൾ അനുഭവിക്കുന്നവരെ സംരക്ഷിക്കുമെന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന കഴിവും മനസാന്നിധ്യവും ആരോഗ്യവുമുള്ള വ്യക്തികളെ കെയർ ടേക്കർ എന്ന് വിളിക്കാം. ചിലർക്ക് എന്താ വേണ്ടി വരിക? സാമ്പത്തിക സഹായമാണ് വേണ്ടി വരിക. ചിലർക്ക് സുഹൃത്തിനെയാവും വേണ്ടത്. അവരോട് നമ്മൾ സംസാരിക്കണം, അവരോടൊപ്പം യാത്ര ചെയ്യണം, കൂടെ ഇരിക്കണം. ചിലർക്ക് സ്നേഹം നൽകണം. അങ്ങനെ പോകുന്നു ആവശ്യങ്ങൾ. ഡിപ്പെൻസ് ഓൺ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. കേരളത്തിലെ 60% യങ്സ്റ്റേഴ്സ് പുറം രാജ്യങ്ങളിലേക്കാണ് നോക്കി നിൽക്കുന്നത്. പഠിപ്പാവട്ടെ, ജോലിയാവട്ടെ, ഈവൻ ടൂർ ആണെങ്കിൽ പോലും ഏതായാലും ഐദർ ഔട്ട്സൈഡ് കേരള, UK, US, കാനഡ, യൂറോപ്പ്, ജർമ്മനി അങ്ങനെ പോകുന്നു. അപ്പോൾ എത്രയോ വലിയ വീടുകളിൽ പാരൻസ് മാത്രം, വെറും 1-2 പേർ മാത്രം ജീവിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ്. അതാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. പണം കയ്യിലുണ്ടാവും, പക്ഷേ പേരൻസിനെ നോക്കാൻ, ശുശ്രൂഷിക്കാൻ ആൾ ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ ഹാവിങ് എ ജോബ് ദർ, ദേ ആർ ലിവിങ് ഔട്ട്സൈഡ്. പേരൻസ് അവരെടുത്തേക്ക് പോകാൻ കുറച്ചൊക്കെ പോയി വരാമെന്നല്ലാതെ എല്ലായ്പ്പോഴും അവിടെ പോയി താമസിക്കാനും അവർക്ക് താല്പര്യക്കുറവുണ്ടാവും. പല ബന്ധുക്കളും കാണാനൊക്കെ വരുമ്പോഴോ ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ എന്നൊക്കെ ചോദിക്കും. നമ്മൾ പറയുമല്ലോ, ഇങ്ങനെ മതിയോ നിങ്ങൾക്ക്, അവിടെ പോയി കൂടെ, ഇവിടെ പോയി ഒക്കെ ചോദിക്കും. പക്ഷെ നമുക്കല്ലേ അറിയുള്ളൂ നമ്മളെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും.
അപ്പം ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ എന്നാവും അവരുടെ ചോദ്യം. അതായത് നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ മൂക്കിൽ പഞ്ഞി വെക്കാൻ ആയില്ലേ എന്നൊക്കെ നമ്മൾ പൊതുവെ ഒരു വ്യംഗ്യാർത്ഥത്തിൽ എടുക്കാറുണ്ട്. പിന്നെന്താ വഴി? ഓൺലി കെയർ ടേക്കർ. അത് മാത്രമാണ് ശരണം. പല വീടുകളിലെയും സ്ഥിതി ഇത് തന്നെയാണ്. അതിനാൽ തന്നെ പ്രൊഫഷണൽ കെയർ ടേക്കേഴ്സിന്റെ പ്രാധാന്യവും വളരെയധികം കൂടുകയാണ്. Four kinds of people. There are only 4 kinds of people. ലോകത്തിൽ 4 തരത്തിലുള്ള മനുഷ്യരാണ് ഉള്ളത് എന്നാണ് നമ്മുടെ ഫോർമർ ഫസ്റ്റ് ലേഡി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എലീന റൊസാലിൻ കാർട്ടർ പറയുന്നത്. Those who have been caregivers, അതായത് കുറക്കാലമായി കെയർ ഗീവേഴ്സ് ആയി മറ്റുള്ളവരെ സംരക്ഷിക്കുന്നവർ ഒരു ടൈപ്പ്. Those who are currently caregivers, ഇപ്പോൾ കെയർ ഗീവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നല്ല ആരോഗ്യവും കഴിവും ഒക്കെ ഉള്ള ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. Those who will be caregivers, അതായത് ഇനി ഒന്ന് നേരെയായി ഞാൻ കെയർ ഗീവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും എന്ന് ചിന്തിക്കുന്നവർ. Those who need a caregiver, അതായത് ഭാവിയിൽ എന്തെങ്കിലും ഒരു കഷ്ടത അനുഭവിക്കുമ്പോൾ കെയർ ഗിവേഴ്സ് ആയിട്ട് അവരുടെ സേവനം ലഭിക്കണം അഥവാ അങ്ങനെ ഒരു ആവശ്യം വരാൻ പോകുന്നവർ. ഇങ്ങനെ 4 ടൈപ്പാണ് നമ്മുടെ ജനങ്ങളെ നോക്കുമ്പോൾ ഉള്ളത് എന്നാണ് പറയുന്നത്. An ideal caretaker. ആരാണ് ഐഡിയൽ കെയർ ടേക്കർ? ഫസ്റ്റ്, ലവ് ആൻഡ് ഇന്ററാക്ട് വിത്ത് ദം വിതൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. പ്രതിഫലേച്ഛയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരോട് നല്ല രീതിയിൽ ഇടപെടുകയും ചെയ്യുക. ആ നല്ല രീതിയിൽ ഇടപെടുകയും ചെയ്യുക എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. നമ്മൾ അവരെ കെയർ ചെയ്യുന്നുണ്ടാവും, അവരെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും, പക്ഷെ പെരുമാറ്റം ചിലപ്പം വളരെ മോശം. അതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2, ഗിവ് എഫെക്ഷൻ, കെയർ, ലവ് ആൻഡ് കൺസിഡറേഷൻ. അതായത് പെരുമാറ്റത്തിലും സംസാരത്തിലും ഏത് സമയത്തും ഇതിൻ്റെ ഒരു ലൂബ്രിക്കേഷൻ ഷുഡ് ബി ദേർ. വാത്സല്യം വേണം, ശ്രദ്ധ വേണം, അവരുടെ കാര്യത്തിൽ സ്നേഹം, പരിഗണന എന്നിവ നൽകണം. 3, ടേക്ക് കെയർ ഓഫ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. അവർക്ക് ഒരു അസുഖം വന്നു, വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദം. ആരോഗ്യം അഥവാ അവരുടെ ഹാപ്പിനെസ് അവരെയും നമ്മളോടൊപ്പം ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണം. അതാണ് എപ്പോഴും നമ്മളെ മൈൻഡ് പ്ലസിൽ എപ്പോഴും പറയാറുള്ളതാണ്, ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. 4, എക്സ്പ്ലോർ ദം ആൻഡ് ഡു നോട്ട് എക്സ്പ്ലോയിറ്റ് ദം. ജോർജ് സാറ് 2 ദിവസം മുന്നേ എടുത്ത തീമാണ് യു ആർ എ ബ്ലസ്സിങ്. അതുപോലെ തന്നെ വി ഷുഡ് ബി എ ബ്ലസ്സിങ് ടു ഓൾ. ചൂഷണം ചെയ്യരുത് അവരെ. നമുക്കൊരു ചാൻസ് കിട്ടി എന്ന് വിചാരിച്ച് വി ക്യാൻ എക്സ്പ്ലോർ ദം ബട്ട് ഡോണ്ട് എക്സ്പ്ലോയിറ്റ് ദം. മേക്ക് എ ഫീലിംഗ് ടു ദം ദാറ്റ് യു ആർ ട്രൂലി ലവിങ് ദം ഓർ വാല്യൂ ദം. ശരിക്കും ബന്ധം വിലയുള്ളതാണെന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ലോ ഓഫ് കർമ്മ എല്ലാവർക്കും അറിയാം. ഇതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എന്നാലും ഇതിന് വേണ്ടിയിട്ടുള്ളത് ജസ്റ്റ് ഫോർ എവറി ആക്ഷൻ there will be an equal and opposite reaction. ഓരോ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതികരണം. 2, whatever we give we will get it in return. എല്ലാവർക്കും അറിയാം, ബോള് ചുമരിനെറിഞ്ഞ പോലെയാണ്, ഇറ്റ് വിൽ ബൂമറാങ് ടു us. നമ്മൾ എന്ത് നൽകുന്നുവോ അത് നമുക്ക് തിരിച്ച് ലഭിക്കുമെന്നതിൽ സംശയമേ വേണ്ട. 3, if we do good to others we will get good from others. അത് അതേ ആളിൽ നിന്ന് തന്നെ വേണമെന്ന് വാശി പിടിക്കേണ്ട, കിട്ടും. നമ്മൾ എത്ര കണ്ട് നന്മ ചെയ്യുന്നുവോ അത്രയധികം നന്മ നമുക്ക് തിരിച്ച് ലഭിക്കും. if you make others happy then you can be happy. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്കും അതിലധികം സന്തോഷം ലഭിക്കുമെന്നത് പ്രപഞ്ച സത്യം മാത്രം. Caregiver means giving selflessly without expecting anything in return. 6, sincere to yourself and to others. When we help others, do not keep any hidden agenda in mind which may boomerang to you. നമ്മളോടും അതായത് പലരും സഹായം ചെയ്യുമ്പോൾ ഒക്കെ കാര്യമായി സഹായം ചെയ്യും, പക്ഷെ ഉള്ളിൽ അയാളെ ഇതൊന്നും പൈസ ഒന്നും തട്ടി എടുത്താൽ തിരക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി, നല്ല ആഗ്രഹമാണെങ്കിൽ തിരക്കില്ല, പക്ഷെ അവർക്ക് വിഷമായാലും തിരക്കില്ല, ഐ ഹാവ് ടു ഗ്രാബ് എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് എങ്കിൽ
അത് നമ്മളോട് തന്നെ ആത്മാർത്ഥത പുലർത്താത്ത തരത്തിലുള്ള ഒരു പെരുമാറ്റാവും, പ്രവർത്തനമാവും. അപ്പം ഒരിക്കലും മനസ്സിൽ ഒരു ഹിഡൻ അജണ്ട വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കെയർ ടേക്കറായി നിൽക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായുള്ള ഒരു തിരിച്ചടി നമ്മൾക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാചന, പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. റിമെമ്പർ, യു ഓൾസോ മേ ഹാവ് എ ഡേ വെയിറ്റിംഗ് ഫോർ അതേഴ്സ് ഹെൽപ്പ്, അസിസ്റ്റൻസ്, സപ്പോർട്ട്. ഹൂ നോസ്? ആർക്കാണ് അറിയുക? മറ്റുള്ളവരുടെ സഹായത്തിനായി, സപ്പോർട്ടിനായി നമുക്കും കാത്തിരിക്കേണ്ടി വരുന്ന ഒരു ദിവസം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം, അറിയില്ല. അതിനാൽ നല്ല പോലെ നമ്മൾ ചുറ്റും ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അത് തന്നെ തിരിച്ചു കിട്ടും, നേരത്തെ പറഞ്ഞ പോലെ. അതിനാൽ ഒരിക്കലും ചൂഷണം ചെയ്യരുത്. പ്രവൃത്തിയിലും നമ്മൾ ആത്മാർത്ഥത പുലർത്തേണ്ടതുണ്ട്. Our action should be justifiable and convincing to others also. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുന്നതാവും. നമുക്ക് മാത്രം ബോധ്യപ്പെടുത്താൻ പോരാ, മറ്റുള്ളവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അതുപോലെ ന്യായീകരിക്കത്തക്കത് കൂടിയാവണം. പണ്ടൊക്കെ തറവാടുകളിൽ വീടും സ്വത്തും സമ്പത്തും കൃഷിയും കാരണവന്മാരെയും മറ്റുള്ളവരുടെ പഠിപ്പും ഒക്കെ നോക്കി നടത്താൻ മൂത്ത പുത്രനെയാണ് ഒഴിഞ്ഞു വെക്കാറുള്ളത്. ഇപ്പോൾ അതില്ല. എന്താ വെച്ചാൽ വീടുകളിലും ആൾക്കാരുടെ എണ്ണം കുറവാണ്. അപ്പം അതിനുള്ള ആൾക്കാർ വേറെ ഇല്ല. ഗ്രാൻഡ് ചിൽഡ്രൻ നമുക്ക് എല്ലാവർക്കുമുള്ള പല വീടുകളിലും കാണുന്നതാണിത്. ടേക്കിംഗ് കെയർ ഓഫ് ഗ്രാൻഡ് ചിൽഡ്രൻ ഈസ് നോട്ട് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഗ്രാൻഡ് പാരൻസ്. പേരക്കുട്ടികളെ നോക്കേണ്ടതും വളർത്തേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അത് ഗ്രാൻഡ് പാരൻസിന്റെ ജോലിയല്ല. അവർ സന്തോഷത്തോടു കൂടി ചെയ്യുന്നുണ്ട്. അവർക്ക് അത്ര സന്തോഷം. കുട്ടികൾക്ക് ഗ്രാൻഡ് ചിൽഡ്രൻ ആയാലും ഗ്രാൻഡ് പാരൻസിന് രണ്ട് വിഭാഗത്തിനും വളരെ സന്തോഷമാണിത്. പല വീടുകളിലും വയ്യാതെ ആരോഗ്യമില്ലാത്ത ഈ ഗ്രാൻഡ് പാരൻസ് കുട്ടികളുടെ പിന്നാലെ ഓടുന്നത് കാണാം. ശരിക്കും നോക്കിയില്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന ഭയമാണ് അവർക്ക്. പലപ്പോഴും അങ്ങനെ ഈ ചെയ്യാറുള്ളത് കാണാറുണ്ട്, എല്ലാവരും കാണാറുണ്ട്. അത് വളരെ ആലോചിക്കേണ്ടതാണ്. ഷുഡ് നോട്ട് ബി എ ബേർഡൻ ടു ഗ്രാൻഡ് പാരൻസ്. കുട്ടികളുമായി ഈ മുത്തച്ഛനോ മുത്തച്ഛിക്കോ കളിക്കുന്നത് ഇരുവർക്കും സന്തോഷമാണ്. ബട്ട് അത് ഇവരുടെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്നതോ സ്വാതന്ത്ര്യത്തിനെ ബാധിക്കുന്നതോ ഒരു ബേർഡൻ ആവുകയോ ചെയ്യാൻ പാടില്ല എന്നതാണ് ഞാൻ കൊണ്ടുവരുന്ന പോയിന്റ്. മദർ തെരേസ ഈ ഒരു കെയർ ടേക്കർ എന്നുള്ള തീമിൽ മദർ തെരേസയെ പറ്റി പറഞ്ഞിട്ടില്ല എങ്കിൽ it won't be complete. Mother Teresa dedicated her life to helping others and teaching others that the value of life comes with caring for others. മദർ തെരേസ മറ്റുള്ളവരെ സംരക്ഷിക്കുവാനും സഹായിക്കുവാനും ശുശ്രൂഷിക്കുവാനും ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മാലാഖയായിരുന്നു. അവർ അതിൻ്റെ പുണ്യം, യഥാർത്ഥ മൂല്യം എല്ലാവരെയും പഠിപ്പിച്ചു. അവരുടെ ജീവിതത്തിലൂടെയാണ് അത് കാണിച്ചുകൊണ്ടാണ് പഠിപ്പിച്ചത്. She was also a huge advocate for remembering our elders who are forgotten and always said that the worst suffering anyone can go through is loneliness. ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഒറ്റപ്പെടലാണ്, ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്ന് എപ്പോഴും മദർ തെരേസ പറയാറുണ്ടായിരുന്നു. പ്രായമായവരെ ഓർമ്മിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനുമൊക്കെ നമ്മൾ തയ്യാറാവണമെന്ന് മദർ തെരേസ ഉപദേശിക്കാറുണ്ട്. ദി നെയിം ഓഫ് ആനി സുലിവൻ ഈസ് ഫേമസ് ഫോർ ബീങ് ഹെലൻ കെല്ലേഴ്സ് കെയർ ഗിവർ. ഹെലൻ കെല്ലറുടെ കെയർ ടേക്കറായിട്ട് ആനി സുലിവൻ ഉണ്ടായതും ആ കഥയും ഒക്കെ എല്ലാവർക്കും അറിയാം. ഇന്നു മുതൽ അത്തരം സഹായം ആവശ്യമുള്ളവരെ ഒരു നോട്ടം, ഒരു പുഞ്ചിരി, ഒരു തലോടൽ, ഒരു ഷെയ്ക്ക് ഹാൻഡ്, കഴിയുമെങ്കിൽ അല്പസമയം അവർക്ക് വേണ്ടി ചിലവഴിച്ചാൽ അതൊരു പുണ്യകർമ്മം. യു ക്യാൻ ബി എ ബ്ലെസ്സിങ് ടു അതേഴ്സ്. ഇറ്റ്സ് ചാരിറ്റി. നമുക്ക് ശാന്തമായി മൈൻഡ്ഫുൾനെസ്സിന്റെ മെയിൻ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലേക്ക് പോവാം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാം.
Gently close your eyes.